നമസ്കാരം. ഇന്നലെയോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ വലിയൊരു ചരിത്രം തന്നെ BJP കുറിച്ചിരിക്കുകയാണ്. BJPയുടെ മേയറായി VV രാജേഷും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ചുമതല ഏറ്റിരിക്കുകയാണ്. ഇന്നലെ രാവിലെയോടുകൂടി തന്നെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ VV രാജേഷിന് 51 വോട്ടാണ് കിട്ടിയത്. അതായത് 100 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം 101 മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥി മരിക്കുന്നു. അതിനുശേഷം അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നു. അങ്ങനെ നടന്ന 100 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 50 സീറ്റാണ് കിട്ടിയത്. പക്ഷേ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന ഒരു സ്വതന്ത്രൻ BJPയെ പിന്തുണച്ചതോടെ 51 അങ്ങനെ VV രാജേഷിന് മൊത്തത്തിൽ 51 വോട്ട് കിട്ടി. അങ്ങനെ രാവിലെ കൂടി തന്നെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ അതായത് LDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ശിവജിയും ഉണ്ടായിരുന്നു. ഇതിൽ BJPക്ക് 51 വോട്ട് കിട്ടി. എന്നാൽ കോൺഗ്രസിന് അതായത് ശബരിനാഥ് ആയിരുന്നു മേയർ സ്ഥാനാർത്ഥി. ശബരിനാഥിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 17 വോട്ടാണ്. അതായത് മൊത്തത്തിൽ കിട്ടേണ്ടത് 19 വോട്ടാണ്. പക്ഷേ 2 വോട്ട് കോൺഗ്രസിന് അസാധുവാക്കപ്പെട്ടു. അത് ഭരണാധികാരിയായ കളക്ടർ തന്നെ അത് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് കൗൺസിലറായ ക്ലീറ്റസും KS ക്ലീറ്റസും അതോടൊപ്പം തന്നെ ലതികയും ഇവർ ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് അതായത് ഇവരുടെ ഒപ്പാണ് ഒരു പ്രശ്നമായി മാറി. അങ്ങനെയാണ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഇത് അസാധുവായി പ്രഖ്യാപിച്ചത്. അങ്ങനെ കട്ടക്കലിപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ കൗൺസിലറുമായ ശബരിനാഥ് നിൽക്കുന്നത്. കാരണം വോട്ട് നേരെ ചൊവ്വ ഒരു വോട്ട് പോലും ചെയ്യാൻ അറിയാത്ത കോൺഗ്രസ് ആണോ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ ഭരിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഇന്നലോടുകൂടി തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു വോട്ട് ചോരി എന്ന്, അതായത് മനഃപൂർവ്വം കൊണ്ട് തന്നെ ഈ 2 സ്ഥാനാർത്ഥികളും ശബരിനാഥിനിട്ട് ഒരു പണി കൊടുത്തതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് BJP ഇന്നലെ ഒരു ചരിത്രം കുറിച്ചത്. അങ്ങനെ വലിയൊരു പിന്തുണ BJPക്ക് കിട്ടുമ്പോഴും വലിയൊരു പ്രചാരണം BJPക്ക് കിട്ടുമ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസോ അതോടൊപ്പം തന്നെ ഇടതുപക്ഷോ ആരും ജയിക്കില്ല, BJPയാണ് പൂർണ്ണ ജയമെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാൽ പോലും അവരുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി UDF ഇറക്കിയത്. പക്ഷേ ഈ 2 പേരും ശബരിനാഥിനിട്ട് കൊടുത്ത പണി നല്ല കട്ടപ്പണിയാണ്. അതിപ്പം ഇന്നലോടുകൂടി തന്നെ KPCC ഭവനിലും അതോടൊപ്പം UDF ക്യാമ്പിലും വലിയ രീതിയിലൊരു പ്രശ്നങ്ങളൊക്കെ തിരികൊളുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ശബരിനാഥിനെ ഇഷ്ടം ഇല്ലാത്തവരാണോ? കാരണം ശബരിനാഥിനെ വലിയ രീതിയിൽ തന്നെ ശബരിനാഥിൻ്റെ ഇഷ്ടമില്ലാത്ത ആളുകൾ തന്നെ UDF ക്യാമ്പിലുണ്ട്, കോൺഗ്രസിൽ തന്നെയുണ്ട്. അവർ അതിൽ 2 പേർ നീരസം പ്രകടിപ്പിച്ച് മനഃപൂർവ്വം കൊണ്ട് ഈ തെറ്റായ ഒപ്പൊക്കെ ഇട്ടതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ശബരിനാഥ് നമുക്കറിയാം നിയമസഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരുവിക്കരയിൽ നിന്നും മത്സരിച്ച് തോറ്റ ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറേ വർഷം ജോലിയൊന്നും ഇല്ലാതെ നടന്ന ശബരിനാഥിന് ഈ അടുത്ത കാലത്താണ് ഒരു വലിയൊരു ഇളക്കം സൃഷ്ടിക്കാൻ വേണ്ടി പാർട്ടി തന്നെ ശബരിനാഥിനെ കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി നിയമിച്ചതും അതായത് ശബരിനാഥിനെ കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി ആക്കിയതും അങ്ങനെ ശബരിനാഥ് വിജയിച്ചു വന്നത്. ഇപ്പോഴാണ് ഒരു കൗൺസിലറായിട്ട് ഒരു ജോലിക്ക് ശബരിനാഥ് കയറിയത് എന്നടക്കം വലിയ രീതിയിൽ അതായത് ശബരിനാഥ് വന്നു കഴിഞ്ഞാൽ ഒരു വികസനമൊന്നും ഉണ്ടാകില്ല, വെറുതെയാണ് UDF ഒരു കൗൺസിലറായിട്ട് ശബരിനാഥിനെ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുത്തുന്നത് എന്നടക്കമുള്ള പലതരത്തിലുള്ള കമൻറ്റുകളടക്കം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ദില്ലിയിലടക്കം രാജ്യത്തെ പല സംസ്ഥാനങ്ങളടക്കം വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു നേരാവണ്ണം ഒരു സൈനിടാനോ അല്ലെങ്കിൽ നേരാവണ്ണം ഒരു ഇലക്ഷനെ ഒരു ഗൗരവത്തോടു കൂടി കാണാനോ ഇവിടുത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല. ഈ കോൺഗ്രസ് ആണോ നാളെ അല്ലെങ്കിൽ ഇനി 5 വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കാനായിട്ട് നിൽക്കുന്നതും? ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്.